Hi friends, welcome back to Spicy Food Pod. അപ്പോൾ നമ്മൾ ഇന്നോടെ ഒരു അടിപൊളി പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ചായക്കടയിൽ കിട്ടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയോ കേട്ടോ. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാൻ നേന്ത്രപ്പഴം എടുക്കുന്നുണ്ട്. 2 മീഡിയം സൈസ് പഴം എടുത്തിരിക്കുന്നത്. നന്നായി പഴുത്ത പഴം തന്നെ വേണം കേട്ടോ. പഴുപ്പ് കുറവായി കഴിഞ്ഞാൽ നമ്മുടെ പഴംപൊരിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു ഭാഗത്തിലുള്ള പഴം എടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബാറ്റർ റെഡിയാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു 2 കയ്യിൽ മൈദപ്പൊടിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ ഗോതമ്പൊടിയും ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് ഒരു 1/2 കയ്യിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴംപൊരിക്ക് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ച് മാത്രം. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിലൊരു കുറച്ചൊരു പിഞ്ച് മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കളറിന് വേണ്ടി. പിന്നെ ഏലക്കായയുടെ പൊടി പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് വെള്ളം വേണം. അതിന് മുന്നായിട്ട് ഞാൻ ഈ പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തോട്ടെ. നന്നായി പൊടികളൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താലും മതി. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ വേഗം പണി കഴിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പഴംപൊരിക്ക് എപ്പോഴും മിക്സ് ചെയ്യുമ്പോൾ വെള്ളം അധികം കൂടി പോകാനായിട്ട് പാടില്ല. ഞാൻ നന്നായി ഒന്ന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പഴംപൊരിയിലേക്ക് നമ്മൾ സോഡാപ്പൊടി ഒന്നും ഉപയോഗിക്കുന്നില്ല. അതിന് ബദലായിട്ട് നമ്മളോടൊരു പുളിമാവാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പഴംപൊരിയുടെ ബാക്കി ഉണ്ടായിരുന്ന മാവ് കുറച്ച് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഒരു കയ്യിലോളം ഉണ്ടാവുള്ളൂ, 1 ടീസ്പൂണോളം അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ദോശമാവായാലും ബാക്കിയുള്ള ദോശമാവ് പുളിമാവ് ഉണ്ടെങ്കിൽ അതായാലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല പുളിയായത് പാടില്ല, ഒരു മീഡിയം പുളി മതി, അത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊരു 4 തൊട്ട് 5 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമ്മുടെ പഴംപൊരിയുടെ ബാറ്ററിന് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. അധികം വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല പഴംപൊരിക്ക്. ഇപ്പോൾ ഇത് 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന പഴം അരിഞ്ഞെടുക്കുകയാണ്. ഞാനിപ്പോൾ മൊത്തത്തിൽ നീളനെ കീറുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ നടുമുറിച്ചിട്ടായാലും കട്ട് ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നീളനെ കീറിയെടുക്കുന്നുണ്ട്. ഈ ഒരു കട്ടിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. വല്ലാണ്ട് അങ്ങോട്ട് തിന്നായി പോയി കഴിഞ്ഞാൽ നമ്മുടെ പഴം ബാറ്ററിൽ മുക്കുമ്പോൾ പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു കട്ടിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിലർ ഇത് 3 പീസൊക്കെ 3 സ്ലൈസൊക്കെ ആക്കാറുള്ളൂ. അങ്ങനെയായാലും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ ഒരു പഴത്തിൽ നിന്ന് ഒരു 5 സ്ലൈസ് വരെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ മറ്റേ പഴവും അങ്ങനെ അരിഞ്ഞെടുക്കാം. ഇതെനിക്ക് ഈ പഴത്തിലും ഒരു 5 പീസ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തം ഒരു 10 പീസോളം കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ചൂടാക്കാനായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി എണ്ണ ചൂടായതിന് ശേഷം മാത്രം നമുക്ക് ബാറ്ററിൽ മുക്കിയിട്ട് പഴം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് നന്നായി എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ബാറ്ററിലൊന്ന് മുക്കിയിട്ട് പഴയിലേക്ക് ഇട്ട് കൊടുക്കാം. 2 സൈഡിലേക്ക് ഒന്ന് തിരിച്ചു മറിച്ച് 2 സൈഡിലും മാവൊക്കെ എത്തിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ മാതിരി ഫ്ലെയിം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഫ്ലെയിം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ പഴംപൊരിയിൽ എണ്ണ കുടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. പഴംപൊരി ഉണ്ടാക്കുമ്പോഴായാലും എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴായാലും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എണ്ണ കുടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചെടുത്തിട്ട് ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒന്ന് ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതും, പിന്നെ നന്നായി എണ്ണ ചൂടായതിന് ശേഷം മാത്രം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ബാച്ച് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കോരി മാറ്റാം കേട്ടോ.
നല്ല സോഫ്റ്റ് ആയിരിക്കുന്ന പഴംപൊരിയാണ്. അതുമാതിരി തന്നെ നമുക്കിനി അടുത്ത പഴം കൂടി മുക്കി പൊരിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായി എണ്ണ ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ. പഴംപൊരി എന്നല്ല, നമ്മൾ എന്തൊരു പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാലും എണ്ണക്കടി ഉണ്ടാക്കുകയാണെങ്കിലും ശ്രദ്ധിക്കണം. ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെക്കുമ്പോൾ എനിക്ക് എണ്ണ കുടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും ഫ്ലെയിം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതാ ഈ പഴംപൊരിയും റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.